الحمد لله وكفى وسلام على من اصطفى اللهم رب اشرح لي صدري ويسر لي أمري اللهم رب اشرح لي صدري ويسر لي أمري اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فقد قال تعالى في محكم تنزيل أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. عن أبي هريرة رضي الله تعالى عنه أنه قال قال النبي صلى الله عليه وسلم الشر الناس عداوة لله أو كما قال عليه السلام الشر الوالد. اللهم صل وسلم وبارك وتحنن على حبيبك سيدنا محمد صلى الله عليه وسلم الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره العظيم ومقداره العظيم وعلى آله وصحبه وسلم وبارك أجمعين. പരിശുദ്ധനായ റബ്ബ് തആല നമ്മുടെ ഒരു ചൂടല്ലെന്ന് കൊല്ലുന്നവൻ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ വന്ന സകലമായ അപരാധങ്ങളും അവന്റെ മഹദ് ഫളൽ കൊണ്ട് ഔദാര്യം കൊണ്ട് അല്ലാഹു തആല മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞ ഖബറിന്റെ ജീവിതം നയിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഈ മഹല്ലത്തിനും ധാരാളം മഹല്ലത്തുകൾ സമീപന്തനിലായ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്ത് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികൾ, വിശുദ്ധ ഖുർആനിന്റെ ഇതിവൃത്ത പ്രമേയമായ അനുഗ്രഹീതമായ ഒരു വാചകത്തിന്റെ സാരാംശത്തിലാണ് നാം ഉള്ളത്. സൂറത്തുൽ ലുഖ്മാൻ മകന്റെയും മകളുടെയും അല്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കളുടെയും ജീവിത നൗകയിൽ എങ്ങനെയാകണം എന്നതിൻ്റെ ഒരു വലിയ രൂപമാണ് യഥാർത്ഥത്തിൽ ഓരോ മക്കളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ മക്കളെയും നമുക്ക് ശരിയായി വളർത്താനുള്ളത്. യഥാർത്ഥത്തിൽ മക്കൾ എന്നത് വലിയ സമ്പത്താണ്. വിശുദ്ധ ഖുർആൻ നമ്മോടത് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അൽ വലദു സിർറു അബീഹി എന്ന് കാണാം പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്യങ്ങളിൽ. ഒരു പിതാവിന്റെ തനി സ്വരൂപമാണ് മകൻ, ഒരു മാതാവിന്റെ തനി സ്വരൂപമാണ് മകൾ. അത് തിരിച്ചും ഉണ്ടാകാമെന്ന് മഹത്തുക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും അനുഗ്രഹീതമായ മക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വാചാലമാകുന്നുണ്ട്. യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, അഖിമിസ് സ്വലാ, നീ നമസ്കാരത്തെ നിലനിർത്തുന്നവനാകണം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, ജനങ്ങൾക്ക് നന്മയുടെ ബോധം നൽകുന്നവനും തിന്മയിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നവനുമാകണം. വസ്ബിർ അലാ മാ അസാബക്, റബ്ബിൽ നിന്ന് സംഭവിക്കുന്ന ഏതൊന്നിലും ക്ഷമ കൈക്കൊള്ളുന്നവനുമാകണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ദൃഢനിശ്ചയമുള്ള മുൻഗാമികളായ സച്ചരിതരും സന്മാർഗദർശികളുമായ മഹിതമായ പ്രവാചകവരണ്യന്മാരുടെയും ഉന്നത ശീർഷകത്തിൽ വിരാജിച്ച മഹത്തുക്കളുടെയും പാതയമാണിതെന്നു ഖുർആൻ. ഖുർആൻ വളരെ വളരെ സുന്ദരമായിട്ടാണ് പറയുന്നത്. 3 കാര്യങ്ങൾ ഒരു മകൻ ഉണ്ടാകണം, ഒരു മകൾക്കുണ്ടാകണം.
അവരുടെ ക്വാളിറ്റിയായി ഖുർആൻ പറഞ്ഞത് വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്ന മകൻ, തിന്മ വിരോധിക്കുന്ന മകൻ. വസ്ബിർ അലാ മാ അസാബക, നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏതൊന്നിലും ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ഈമാനിക ആർജവം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഹദീസ് കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അൽ വലദു സിർറു അബീഹി, ഒരു പിതാവിന്റെ തനി സ്വരൂപമാണ്. ഒരു പിതാവിന്റെ മുഴുവൻ ഗുണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നല്ല 1% ഗുണങ്ങൾ സാംശീകരിക്കപ്പെട്ട ആളാണ് പ്രിയപ്പെട്ട മക്കളായി മാറുന്നത്. സയ്യിദുനാ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു തആല അൻഹു ഖുദ്സ് മോചനമാക്കുന്നതിനു മുമ്പ് പ്രിയപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പിതാവ് ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ നിയത്ത് ചെയ്യുന്നുണ്ട്. ഖുദ്സിനെ മോചനമാക്കുന്നതിന് ഒത്തിരി നാളുകൾക്ക് മുമ്പാണ്. യഥാർത്ഥത്തിൽ ക്രൈസ്തവ യുദ്ധം നടക്കുകയും ആ യുദ്ധാനന്തരം ഖുദ്സ് മോചിപ്പിക്കപ്പെടുകയും ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിന്റെ ഈറ്റില്ലങ്ങളിലേക്ക് ചേക്കേറുകയും ചെയ്ത കാലം. സുൽത്താൻ അയ്യൂബി സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവെന്ന് വിവാഹിതനാകുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട മകനെ കുറിച്ച് സ്വപ്നം കണ്ടു. എനിക്കൊരു മകൻ ഉണ്ടാവുകയും അവന് എല്ലാവിധ ഒത്താശകളും ലഭിച്ചാൽ ഖുദ്സ് മോചനമാകുന്നത് അവന്റെ കൈകൊണ്ടായിരിക്കുമെന്ന് കുരിശ് യുദ്ധം നടക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് ഒരു പിതാവ് തന്റെ ഹൃദയത്തിൽ എഴുതിയ വരികളെ ചരിത്രങ്ങളിലൂടെ വായിക്കുമ്പോ കുറെ വർഷങ്ങൾക്ക് ശേഷം, എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഖുദ്സ് മോചിപ്പിക്കപ്പെടുന്നത്. ആ ഖുദ്സ് മോചിപ്പിക്കപ്പെട്ടത് ഒരു പിതാവിന്റെ നിയത്തിലാണ്, ഒരു പിതാവിന്റെ ഉറച്ച തീരുമാനത്തിലാണ്. ഒരു മഹിളാമണിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു സ്ത്രീയെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് കാലാന്തരങ്ങൾക്ക് മുമ്പായിരിക്കണം. ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് തന്റെ ജീവിതത്തിന്റെ സഖിയായി കൊണ്ടുവരുന്നതിന് മുമ്പ് അവൾ എന്തായിരിക്കണം എന്ന് പോലും ഡിസൈൻ ചെയ്യണമെന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മോട് പറയുന്നുണ്ട്. അത്രമേൽ ഉറപ്പോടുകൂടി ആയിരിക്കണം ഒരു ഭാര്യയോടുകൂടി ശാരീരിക ബന്ധത്തിന് സമീപിക്കുന്നതിന് മുമ്പ് നിയത്ത് മനസ്സിലുണ്ടാകണം. എനിക്ക് മകനോ മകളോ ആയിരുന്നാൽ അവരെ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന്, അവരെ എങ്ങനെ ഇസ്ലാമിലായി വളർത്തണമെന്ന്, അവർക്ക് എങ്ങനെ ദീനി വിദ്യാഭ്യാസം നൽകണമെന്ന്, അവർക്ക് സാംസ്കാരിക വിദ്യാഭ്യാസമാകുന്ന എല്ലാ വിദ്യാഭ്യാസങ്ങളും അറിവുകളും നൽകുന്നതിനു മുമ്പ് മനസ്സുകളിൽ നിയത്തുകൾ ഉണ്ടായാൽ മാത്രമേ ആ മകൻ, ആ മകൾ കണ്ണിന് കുളിർമയാകൂ. അബവാഹു യുഹവ്വിദാനി വയുനസ്സിറാനിഹി വയുനജ്ജസാനി. ഒരു മകനെ യഹൂദ വിശ്വാസിയാക്കുന്നത്, ഒരു മകനെ മുസ്ലിം അല്ലാത്ത ഒരു വിശ്വാസത്തിന്റെ ആധാരശിലയിലാക്കുന്നത്, ഒരു മകനെയോ മകളെയോ ഇസ്ലാം അല്ലാത്തതോ മറ്റേതെങ്കിലും വിശ്വാസത്തിന്റെ ധാരയിലേക്ക് കൊണ്ടുപോകുന്നത് അബവാഹു, അവന്റെ മാതാപിതാക്കളാണ്. അവനെ ഏകദൈവ വിശ്വാസിയാക്കുന്നത്, അവനെ അതല്ലാത്ത വിശ്വാസങ്ങളിലേക്കും ആശയങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിന് പിതാവിനും മാതാവിനും വലിയ റോൾ മോഡൽ ഉണ്ട്, വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബ്രിട്ടീഷിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വതന്ത്രാനന്തര കാലഘട്ടത്തിന്റെ പ്രാഥമിക ഘട്ടം മൗലാന അബുൽ കലാം ആസാദ് അലൈഹി റഹ്മ പരിപൂർണമായും 2 പ്രിയപ്പെട്ട മക്കളെ ഹാർവാർഡിലും ഓക്സ്ഫോർഡിലും പഠിക്കാൻ വേണ്ടി അയക്കുന്നുണ്ട്. ഒരു പിതാവ് നഷ്ടപ്പെട്ട ഒരു മകൾ ബീവി ഹസ്രത്ത് മുഹാനി എന്നറിയപ്പെടുന്ന ഗാന്ധിയോടൊപ്പമൊക്കെ ഇന്ത്യയുടെ സ്വതന്ത്രാനന്തര കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ശക്തമായി ചടുലമായി നീക്കങ്ങൾ നയിച്ച മക്കളാണവർ. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും 2 മക്കളെയും ഹാർവാർഡിലും ഓക്സ്ഫോർഡിലും ഉപരിപഠനത്തിന് വേണ്ടി പ്രിയപ്പെട്ട മക്കളെ അയച്ചിട്ട് തിരിച്ചു വരുമ്പോ ആ മക്കളുടെ തലയിൽ തൊപ്പിയും ശരീരത്തിൽ യഥാർത്ഥമായ സുന്നത്തിന്റെ ആവേശവിധാനവും കണ്ടിട്ട് ഉമ്മയോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മാതാവേ, മരം കോച്ചുന്ന യുഎസിന്റെ തണുപ്പിലും പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല. അത് ഹാർവാർഡിന്റെയും ഓക്സ്ഫോർഡിന്റെയും യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ പഠിക്കുമ്പോഴും ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളുടെ ആശയങ്ങളിലോ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളിലോ ഒരു മാറ്റവും വരുത്താൻ അവിടുത്തെ വിദ്യാഭ്യാസത്തിനോ പാശ്ചാത്യ സംസ്കാരത്തിനോ സാധിക്കാതിരുന്നത് ഒരു മകനെയും മകളെയും എങ്ങനെ വളർത്തണമെന്ന ബീഗം ഹസ്രത്തിന്റെ ചില മുന്നോട്ടുവെക്കലുകളാണ് എന്ന് ചരിത്രം സമകാലീന ഇന്ത്യയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോ അവരാണ് അവസാനമായി
ഗാന്ധി അടക്കമുള്ള, നെഹ്റു അടക്കമുള്ള പ്രശസ്തരായ പലരും ഒന്നിച്ചിരിക്കുന്ന വേദികളിൽ ചില ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നപ്പോ ആ തർക്കങ്ങൾക്ക് മറുപടി പറഞ്ഞ രണ്ട് മക്കളെ ലോകം ഉറ്റുനോക്കിയിരുന്നു. അതിലൊന്ന് മൗലാന മുഹമ്മദ് അലിയാൻ, രണ്ട് മൗലാന മുഹമ്മദ് അലിയുടെ സ്വന്തം സഹോദരൻ ഷൗക്കത്ത് അലിയാൻ. ഈ രണ്ടു മക്കളും വിദ്യാഭ്യാസത്തിൽ ഏറ്റവും സമുന്നത ശ്രേണിയിൽ നിൽക്കുമ്പോഴും, വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ഉന്നത ശ്രേണികളിൽ വിരാജിക്കുമ്പോഴും അവർ ലോകത്തിന്റെ നെറുകയിൽ അവർ വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ട്: എന്റെ ഇബാദത്ത്, എന്റെ ഇസ്ലാം, എന്റെ ആരാധന അത് പാവനമാണ്. നിങ്ങൾക്ക് മക്കളെ മഹാന്മാരായ പല എഴുത്തുകാരിലും നമുക്ക് വായിക്കാം. നിങ്ങളുടെ മക്കളെ ഏത് വിദ്യാഭ്യാസവും ചെയ്യിക്കാം, അവരെ IPS ഓ IAS ഓ IFS ലോ ഏതിൽ വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷെ അവരുടെ ഉള്ളിൽ റബ്ബിനോടുള്ള അഗൈതവമായ ആരാധനയുടെ ഒരു രൂപമുണ്ടാകണം. അവരുടെ മനസ്സുകളിൽ അല്ലാഹു തആലയോടുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. അവന്റെ ഹബീബ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള മഹബ്ബത്ത്, അവിടുത്തോടുള്ള സ്നേഹം അവരുടെ കൽബുകളിൽ ഊട്ടപ്പെടണം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു മകനും മകളും ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള മക്കളെ ഇന്ന് ഏറ്റവും നല്ല രൂപത്തിൽ സംസ്കരിക്കുന്ന പാഠശാലകളാണ് നമ്മുടെ മദാരിസുകൾ നിർവഹിക്കുന്ന ഉദ്യമം ചെറുതല്ല. ലോകത്ത് ഏതാണ്ട് നല്ല ഒരു സമയം, പ്രഭാതത്തിന്റെ സമയം മുതൽ നല്ല ഒരു സമയം വരെ മക്കളെ ദീനി വിദ്യാഭ്യാസം ചെയ്യിക്കൽ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. എസൻസിന്റെ അടുത്തയുടെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പഠനങ്ങളുടെ ഒരു വേലിയേറ്റം എന്ന രൂപത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പഠനങ്ങളിൽ കാണാം: മക്കളെ നിങ്ങൾ ദീനി വിദ്യാഭ്യാസം ചെയ്യിക്കാതിരിക്കൂ, തീർച്ചയായും അതൊരു തലമുറയെ നിങ്ങൾക്ക് നശിപ്പിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു തലമുറയല്ലാത്ത ഒരു തലമുറയെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ലോകത്ത് വാർത്തെടുത്താൽ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളെ ലോകത്ത് സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അവർക്ക് മതവിദ്യാഭ്യാസവും മതബോധവും നൽകാതിരുന്നാൽ അതിന്റെ ചില ഈറ്റില്ലങ്ങളാണ് ഇന്നത്തെ പഠന മേഖലകളിലൊക്കെ വന്നുകൂടായികയില്ലാതെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മദ്രസയുടെ ആ കൊഴിഞ്ഞുപോക്കലുകളുടെ ഒരു ഭാഗം അതാണ്. എന്തുകൊണ്ടാണ്? ദീനി വിദ്യാഭ്യാസമാണ് ഏറ്റവും അഭികാമ്യമായത്. മകന് പിതാവിനോട് എങ്ങനെ പെരുമാറാൻ പഠിപ്പിക്കുന്നത് ദീനിന്റെ ഇൽമാണ്. ഒരു മകൾക്ക് എങ്ങനെ മാതാവിനോട് ബിഹേവ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത് ദീനിയ ഇൽമാണ്. ഒരു മകന് ഖുർആനിന്റെ പാരായണത്തിന്റെ ശ്രുതി ലഭിക്കുന്നത് വിശുദ്ധമായ മദ്രസകളുടെ പാരമ്പര്യങ്ങളിൽ നിന്നാണ്. പാരമ്പര്യങ്ങളുടെ അഭിമാനങ്ങളെ ചോർന്നു പോകാതെ ഇതെന്തിനു പാരമ്പര്യം എന്ന് ചോദിക്കുന്നിടത്ത് നിന്ന്, പലയിടത്തു നിന്നും ഉണ്ടാകുന്ന സംഭാഷണങ്ങളിൽ നിന്ന് പലവരു മക്കൾ വഴിതെറ്റി പോകുന്നത് എന്തുകൊണ്ട്? ആ മക്കൾക്ക് ശരിയായ ദീനീ ബോധവും ദീനീ ബോധനവും നൽകപ്പെടുന്നതിൽ എവിടെയൊക്കെയോ പരാജയം സംഭവിച്ചു. ആ മക്കൾക്ക് ശരിയായ ദീൻ എത്തേണ്ടതുണ്ട്. ഇനി ഒരു തലമുറ ഇവിടെ ശരിയായ ദീനീ ബോധത്തോടു കൂടി വളരണമെങ്കിൽ പ്രിയപ്പെട്ട സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം കൊടുത്ത ഉപദേശം പോലെ കൊടുക്കുന്ന ഉപദേശങ്ങൾ നിരന്തരമായി ആ മക്കളുടെ കാതുകളിൽ എത്തണമെങ്കിൽ ആ മക്കളെ ദീനിയായി പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. അതിന് മദ്രസകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇന്ന് ലോകം മുഴുവൻ പലതിന്റെയും പുറകിൽ പോവുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും വെർഷനുകളുടെ പരിപാടികൾ അപ്ലോഡ് ചെയ്യുന്ന ഫുട്ബോൾ താരങ്ങൾ ലോകത്ത് നിറഞ്ഞാടുകയാണ്. അവരെ കുറിച്ചൊന്ന് പഠിക്കണം, അവർ വരുന്ന രാജ്യങ്ങളെ കുറിച്ചൊന്ന് പഠിക്കണം. ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിച്ച പോർച്ചുഗലിന്റെയും പല രാജ്യങ്ങളുടെയും സീമകളിലേക്ക് ഇന്ന് നമ്മുടെ മക്കൾ അവരെയൊക്കെ കൽബോട് ചേർക്കുന്നുണ്ടെങ്കിൽ ആ മക്കളൊക്കെ കൽബോട് ചേർക്കുന്നത് നമ്മുടെ കുഞ്ഞാലിമരക്കാരുടെയും സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ അഭിനവ യുദ്ധങ്ങൾ നയിച്ച പലരുടെയും പാരമ്പര്യങ്ങളെ പിന്നോട്ടു പോയതിന്റെ അടിസ്ഥാന ശിലയെ മറന്നതിന്റെ പേരിലാണ് പല രാജ്യങ്ങൾക്കും പുറകെ നമ്മൾ പോകുന്നത്. നമ്മുടെയൊക്കെ യുവാക്കൾ ആ വിഷയത്തിൽ വലിയ ജാഗ്രതയിലാണ്. ഏറ്റവും സുന്ദരമായ കളിക്കളം തന്നെയാണ് ഫുട്ബോളിന്റെ ഈറ്റില്ലം, അതിന് സംശയമില്ല. മറിച്ച് നമ്മളൊക്കെ റബ്ബിനു വേണ്ടി നമ്മുടെ മക്കളെ ആ തഹജ്ജുദിന്റെ സമയത്ത് ഒന്ന് എഴുന്നേൽക്കാനോ നമസ്കരിക്കാനോ ആ മക്കൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സുന്ദരമാണ്. കോടികളാണ് ഫിഫ വേൾഡ് കപ്പിൽ 85,000-ലധികം ബില്യൺ ട്രില്യൺ കോടി രൂപയാണ് ആ വേൾഡ് കപ്പിന് വേണ്ടി ചെലവാക്കുന്ന അവർക്ക് ലഭിക്കുന്നത്. ഇതിന്റെ ഫ്ലക്സുകളും ബാനറുകളും ഉണ്ടാക്കുന്ന നമുക്ക് ലഭിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ? ഒരു ആത്മീയ സുഖമല്ലാതെ
ഇതിൽ നിന്ന് എല്ലാവർക്കും അതിന്റെ വിഹിതത്തിന്റെ വിഹിതവും കഴിഞ്ഞിട്ട് 12,000-11,000 കോടി ബില്യൺ ഡോളറുകളിലധികമാണ് ആ വേൾഡ് കപ്പ് നയിക്കുന്ന ടീമുകൾക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് ഫിഫ വേൾഡ് കപ്പിന് ഓരോ വർഷത്തെയും അവരുടെ ലാഭവിഹിതം മുഴുവൻ പരസ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പുറകിലൊക്കെ നമ്മുടെ മക്കള് തഹജ്ജുദിന്റെ സമയത്തോ സുബഹിയുടെ സമയത്തോ മസ്ജിദിൽ വരുന്നത് കൂടിയായാൽ ആ മക്കൾ കളി കണ്ടോട്ടെ, അതുമായി ബന്ധപ്പെട്ടോട്ടെ. കളിക്കൽ ഇസ്ലാമിന് അവിഭാജ്യമാണ്. കാരണം ആ മക്കളുടെ പഠനത്തിനും അവരുടെ വളർച്ചയ്ക്കും അത് അവിഭാജ്യ ഘടകം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം ദീനിയായ വിദ്യാഭ്യാസവും ദീനി ബോധവും ഉണ്ടാവുക. അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ ഈ പരിശുദ്ധമായ ദീനും അതിന്റെ ശരീഅത്തും അതിന്റെ തനതായ ശൈലിയിൽ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. സമീപകാലത്ത് പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ ഏർപ്പെടുകയും ലോകത്ത് പരിസ്ഥിതിയെ കുറിച്ച് രാം ഖൽക്കറിന്റെ ധാരാളം എഴുത്തുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് കാണാം, ഇനി വരുന്ന ഒരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമാകണമെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, മക്കളെ മതമൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായി ഒരു ഹൈന്ദവനായി ഇന്ത്യ കണ്ട ഏറ്റവും നല്ല എഴുത്തുകാരായ രാം ഖൽക്കറിനെ പോലെയുള്ള എഴുത്തുകാരൻ അത് എഴുതിയെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നതുപോലെ തന്നെയാണ് ആത്മീയമായും മതപരമായും മൂല്യവും ബോധവുമുള്ള ഒരു സമുദായം ഇവിടെ ഉണ്ടാകണമെങ്കിൽ മതത്തിൽ ഉള്ള എല്ലാ സംഘടനകളും ഒന്നിച്ചു നിന്നുകൊണ്ട് മക്കളെ നിരീശ്വരവാദത്തിലേക്കും സ്വന്തമായിട്ടുള്ള വാഗ്വാദങ്ങളിലേക്കും വിടാതിരിക്കാൻ അവരുടെ മതപാഠശാലകളിൽ ശ്രദ്ധിക്കപ്പെടണമെന്ന് രാം ഖൽക്കർ എന്നറിയപ്പെടുന്ന സമീപകാല ഇന്ത്യ കണ്ട പ്രമുഖനായ ഒരു എഴുത്തുകാരൻ എഴുതണമെങ്കിൽ ഇന്ത്യയുടെയും അതിന്റെ അവസ്ഥാന്തരങ്ങളിൽ ഉണ്ടായ മക്കളുടെയും അവരുടെ ബാക്കിയുള്ള വഴികളിൽ ഒരു പിടിപ്പുകേട് എവിടെയൊക്കെയോ സംഭവിച്ചു എന്ന് മനസ്സിലാക്കുകയും മൂല്യച്യുതികളിൽ നിന്ന് മക്കളെ രക്ഷിക്കാൻ ജാഗ്രതയാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഹബീബ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ പോകുന്നുണ്ട്. പ്രിയപ്പെട്ട രണ്ട് പേരമക്കൾ സയ്യിദുൽ ഹസൻ വ സയ്യിദുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, വളരെ ഹൃദയത്തോട് ചേർത്ത് തക്കിയ പേരമക്കളെ ചരിത്രം പലവരും കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ട മകളെ കാണാൻ പോകുമ്പോ ആ മകളോട് പറയുന്നുണ്ട്, മകൾ അകത്തു നിന്ന് പിതാവിനോട് പറയുന്നതായി മഹാനായ മുസ്ലിം തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അകത്തു നിന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട ഉപ്പ ഇവിടേക്ക് കടന്നു വരരുത്. എന്റെ ശരീരത്തിൽ ഇടാനുള്ള വസ്ത്രങ്ങൾ കഴുകിയിടുകയും വളരെ കുറഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് മറക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പിതാവിന്റെ തോളിലുണ്ടായിരുന്ന ഉത്തരീയമെടുത്ത് അകത്തേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട്, മോളെ ഫാത്തിമ നിന്റെ ശരീരം മറയ്ക്കുക എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഷ്ടപ്പാടുകളും ഈ പ്രയാസങ്ങളും ദീനിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിനക്ക് പ്രയാസമാകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മോളെ ആ പ്രയാസങ്ങളെ സഹിക്കുക, അതിൽ ക്ഷമിക്കുക, അതിൽ സ്ഥൈര്യത്തോടെ മുന്നേറുക. തീർച്ചയായും സ്വർഗത്തിന്റെ മഹിളാ രത്നങ്ങളുടെ സമുന്നത പദവി നിനക്കായി റിസർവ് ചെയ്യപ്പെട്ടതാണ് എന്നൊരു പിതാവ് പറഞ്ഞത് ഇന്നലെയോടും നമുക്ക് ചരിത്രത്തിൽ വായിക്കാമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മക്കളുടെ ഓരോ അനക്കങ്ങളും ഓരോ അടക്കങ്ങളും അവരുടെ ചിന്തകളും അവരുടെ ആശയങ്ങളും അവർ പഠിക്കുന്ന സ്കൂളുകളും അവരുടെ മുഴുവൻ കാര്യവും മനസ്സിലാക്കുകയും അവരുടെ ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടാവുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഈ മക്കളുടെ ഇഷ്ടങ്ങൾ അവരുടെ അനിഷ്ടങ്ങൾ അത് ദീനിന് അനുവദനീയമാകുന്നതാണോ, ദീനിന് അനുവദനീയമാകാത്തതാണോ? ഈമാനുമായി അവർക്ക് ബന്ധമുണ്ടോ? മസ്ജിദുകളുമായി അവർക്ക് ബന്ധമുണ്ടോ? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമായും അതിന്റെ പഴമയുടെ ശിആറുകളുമായും അവർക്ക് ബന്ധമുണ്ട് എങ്കിൽ നമുക്ക് സമാധാനിക്കാം, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് സമാശ്വസിക്കാം. ഇല്ല എങ്കിൽ ആഖിറത്തിന്റെ ന്യായവിസ്താര ദിവസം ആ മക്കൾ പറയുന്ന മറുപടി കൂടി നമ്മുടെയൊക്കെ നേരത്തെ മദ്രസകൾ അവസാനിപ്പിക്കുന്ന പ്രിയപ്പെട്ട പിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരേ ഒരു കാര്യമാണത്, ഈ പ്രിയപ്പെട്ട പിതാവിനെയും മാതാവിനെയും കിടത്തിത്തരിക. ചെമ്പിന്റെ തറയുടെ സഹിക്കാനാകാത്ത ഈ ചൂടിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷ പ്രാപിക്കാൻ ഈ പ്രിയപ്പെട്ട പിതാവിനെയും മാതാവിനെയും തറയിൽ കിടത്തിത്തരിക എന്ന് മക്കൾ ആവശ്യപ്പെടുന്ന ഒരു ദിനം, ഒരു ചുവട് പോലും അനക്കാൻ സാധിക്കാത്ത മഹ്ശറിന്റെ ദിനത്തിന്റെ മറുപടി കൂടി കണ്ടെത്തിയിട്ട് വേണം
നമ്മുടെയൊക്കെ മക്കളെ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന്, എങ്ങനെ ദീനീബോധം നൽകണമെന്ന്, അതിന് പ്രാമുഖ്യം നൽകണമോ വേണ്ടയോ എന്ന് നമുക്ക് ആ മഹ്ശറിന്റെ തറയുടെ ചൂട് സഹിക്കാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കേടുവിടരെയും വിടാം. പക്ഷേ അവസാനം മൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക വനഹ്ശുറു യൗമൽ ഖിയാമത്തി അഅമ ഖാല റബ്ബി ലിമ ഹശർതനി അഅമ. എന്താണ് എന്റെ അന്ധനാക്കി എഴുന്നേൽപ്പിച്ചതെന്ന് ഓരോ മനുഷ്യനും ചോദിക്കുന്ന ഒരു ദിനം, ഓരോ മനുഷ്യനും ആവശ്യപ്പെടുന്ന ഒരു ദിനം നമുക്ക് മുമ്പിൽ വരാനുണ്ട്. ആ ദിനത്തിൽ മക്കൾ പറയുന്ന വാക്കിനെയാണ് മഹത്തുക്കൾ കോറിയിടുന്നത്. വളരെ ശ്രദ്ധയോടെ, ഈമാനികമായ ആവേശത്തോടെ, ഈമാനികമായി നമ്മുടെ മക്കളുടെ അവസ്ഥ എവിടെയാണ് എന്ന് പഠിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകത കൂടിയാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും പെൺമക്കളെയൊക്കെ സ്വാലിഹത്തുകളുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ ഈമാനികമായ ആവേശം അവരുടെ മരണം വരെയും അല്ലാഹു തആല നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.